ഗുഡ് ഈവനിംഗ് സർ. എന്റെ പേര് സിമി എന്നാണ്. സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാരെ വിവാഹമോചനം ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമില്ലാത്തത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ വിവാഹമോചനം ചെയ്യാൻ അനുവാദമില്ലാത്തത് എന്നാണ് സഹോദരിയുടെ ചോദ്യം. വിവാഹമോചനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹമോചനത്തെ സാമാന്യമായി 5 ഇനങ്ങളായി തിരിക്കാവുന്നതാണ്. ഭാര്യയും ഭർത്താവും പരസ്പര സഹകരണത്തോടെ നടത്തുന്ന വിവാഹമോചനമാണ് ആദ്യത്തെ ഇനം. രണ്ടാമത്തെ ഇനം ഏകപക്ഷീയമായി ഭർത്താവ് നടത്തുന്ന വിവാഹമോചനമാണ്. മൂന്നാമത്തെ ഇനം വിവാഹ കരാറിൽ എന്തെങ്കിലും ഉപാധികൾ ഭാര്യ വെക്കുകയാണെങ്കിൽ, അതായത് വിവാഹ കരാറിൽ ആ സ്ത്രീ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. സാധാരണയായി ഖുർആനിൽ പുരുഷനാണ് അധികാരം നൽകപ്പെട്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. വിവാഹം എന്നത് വരനും വധുവും തമ്മിലുള്ള ഒരു വിവാഹ കരാർ ആയതുകൊണ്ട് ആ കരാറിൽ വധുവിന് ഏത് ഉപാധികളും വെക്കാവുന്നതാണ്. പക്ഷേ ഖുർആൻ നിഷിദ്ധമെന്ന് പറയുന്ന കാര്യങ്ങൾ വെക്കാൻ പാടില്ല. തന്റെ ഭർത്താവ് രണ്ടാമതൊരു ഭാര്യ സ്വീകരിക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ട് എന്ന് പോലും ആ സ്ത്രീക്ക് തന്റെ വിവാഹ കരാറിൽ രേഖപ്പെടുത്താവുന്നതാണ്. കാരണം ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമായൊരു കാര്യമല്ല. ആ പുരുഷൻ ഈ ഉപാധി സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ത്രീയെ വിവാഹം കഴിക്കാവുന്നതാണ്. മറിച്ചായാൽ ആ സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ പുരുഷന് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കരുത് എന്ന് ആ സ്ത്രീക്ക് ഉപാധി വെക്കാവുന്നതാണ്. പക്ഷേ ഖുർആനിനെതിരായുള്ള ഒരു ഉപാധിയും വെക്കാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് നിങ്ങൾ നിസ്കരിക്കുവാൻ പാടില്ല എന്നൊരു ഉപാധി വെക്കുവാൻ പാടില്ല. കാരണം നമസ്കാരം നിർവഹിക്കേണ്ടത് നിർബന്ധമായൊരു കാര്യമാണ്. വേണമെങ്കിൽ അവർക്ക് നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ വിവാഹ കരാറിൽ ഉപാധിയായി വെക്കാവുന്നതാണ്. അതുപോലെ ഏകപക്ഷീയമായി എനിക്ക് നിങ്ങളെ വിവാഹമോചനം ചെയ്യാം എന്ന ഉപാധിയും വിവാഹ കരാറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനെ തലാഖു തൗഫീഖ് അഥവാ ഇസ്മ എന്നാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ ഇനം. നാലാമത്തേത് ആ സ്ത്രീ വിവാഹമോചനത്തെക്കുറിച്ച് വിവാഹ കരാറിൽ ഉപാധികളൊന്നും വെച്ചിട്ടില്ല, എന്നിട്ടും അവർക്ക് വിവാഹമോചനം വേണമെന്നുണ്ട്. എനിക്ക് നിങ്ങളുമായി കഴിയുവാൻ താൽപര്യമില്ല, ദയവായി നിങ്ങൾ എനിക്ക് വിവാഹമോചനം നൽകണം എന്ന് സ്ത്രീക്ക് പുരുഷനോട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ഖുല എന്ന് പറയുന്നു. അഞ്ചാമത്തെ ഇനം ഭർത്താവ് അതിനെ അംഗീകരിക്കുന്നില്ല, മാത്രമല്ല അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് കാളിയെ സമീപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജഡ്ജിയെ സമീപിക്കാവുന്നതാണ്. എന്നിട്ട് അവർക്ക് വിവാഹബന്ധം റദ്ദാക്കാവുന്നതാണ്. ഇതിനെ ഫസ്ഖ് എന്ന് പറയുന്നു. ഭർത്താവ് ഭാര്യയോട് അപമര്യാദയായി പെരുമാറുകയാണെങ്കിലോ അവരുടെ അവകാശങ്ങൾ തടഞ്ഞുവെക്കുകയാണെങ്കിലോ അവർക്ക് ജഡ്ജിയെ സമീപിച്ച് വിവാഹബന്ധം റദ്ദാക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീക്കും വിവാഹമോചനം ചെയ്യാവുന്നതാണ്. പക്ഷേ സാധാരണ സാഹചര്യങ്ങളിൽ പുരുഷനാണ് അധികാരം നൽകപ്പെട്ടിട്ടുള്ളത്. കാരണം വിവാഹബന്ധത്തിൽ നഷ്ടം സംഭവിക്കുന്നത് പുരുഷനാണ്, സ്ത്രീക്കല്ല. സ്ത്രീക്ക് ലാഭമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ശനിയാഴ്ചയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇസ്ലാമിൽ അടിച്ചമർത്തപ്പെട്ടതോ സംരക്ഷിക്കപ്പെട്ടതോ എന്ന വിഷയത്തിൽ ഞാനൊരു പ്രഭാഷണം നടത്തിയിരുന്നു. വിവാഹത്തിലൂടെ സ്ത്രീകൾ ലാഭത്തിന്റെ വശത്താണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് കേട്ടിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു. ഖുർആനിലെ അധ്യായം 4-ാം സൂക്തത്തിൽ പറയുന്നു, സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക. ഈ വിവാഹമൂല്യത്തെ മഹർ എന്ന് പറയുന്നു. വിവാഹത്തിൽ ഭർത്താവാണ് ഭാര്യയ്ക്ക് മഹർ നൽകുന്നത്. മഹർ എത്രയുമാകാം. വിവാഹത്തിന് മുമ്പ് പിതാവിന്റെയും സഹോദരന്റെയും, വിവാഹത്തിനു ശേഷം ഭർത്താവിന്റെയും പിന്നീട് മകന്റെയും ഉത്തരവാദിത്വമാണ് സ്ത്രീക്കുള്ള വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകുകയെന്നത്. വിവാഹമോചനത്തിനു ശേഷം അവളെ പരിപാലിക്കുകയെന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതിനും സാധിക്കുന്നില്ല എങ്കിൽ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക രാഷ്ട്രത്തിനാണ്. അതുകൊണ്ട് അവൾ സാമ്പത്തികമായി സുരക്ഷിതയാണ്. വിവാഹമോചനം നടക്കുമ്പോൾ പുരുഷനാണ് വിവാഹമോചനം നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിന് മഹർ നഷ്ടമാകുന്നു. അപ്പോഴും സ്ത്രീ ലാഭത്തിന്റെ വശത്താണ്. വിവാഹമോചനത്തോടുകൂടി സ്ത്രീക്ക് വീണ്ടും വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ട്. പുതിയ വിവാഹത്തിലൂടെ അവർക്ക് വീണ്ടും പുതിയ മഹർ ലഭിക്കുന്നു. പുരുഷൻ വീണ്ടും വിവാഹിതനാകുമ്പോൾ വീണ്ടും മഹർ നൽകേണ്ടി വരുന്നു. മുഴുവൻ അധികാരവും സ്ത്രീക്കാണ് നൽകുന്നതെങ്കിൽ അവൾ സ്ഥിരമായി വിവാഹവും വിവാഹമോചനവും നടത്തുമ്പോൾ അവൾ ധനം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് നഷ്ടം? പുരുഷനാണ്. അതുകൊണ്ട് സർവശക്തനായ ദൈവം പുരുഷന്റെ പദവിയും സംരക്ഷിക്കുന്നുണ്ട്. മറിച്ചായിരുന്നെങ്കിൽ ഞാൻ പുരുഷന്മാരുടെ അവകാശങ്ങൾ ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തേണ്ടി വന്നേനെ. കാരണം ഒരു വിവാഹമോചനം സംഭവിക്കുമ്പോൾ സ്ത്രീയേക്കാൾ കൂടുതൽ നഷ്ടം പുരുഷനാണ്. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും സ്ത്രീക്ക് കുടുംബത്തിലൂടെയും സമൂഹത്തിലൂടെയും രാഷ്ട്രത്തിലൂടെയും സംരക്ഷണം ലഭിക്കുന്നു.
ഇത് പുരുഷന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു പുരുഷനെ സുരക്ഷിതനാക്കിയിരിക്കുന്നു. എന്നിരുന്നാലും സ്ത്രീ അവളുടെ വിവാഹ കരാറിൽ വിവാഹമോചനത്തെക്കുറിച്ച് ഉപാധി വച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിവാഹമോചനം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടാവുന്നതാണ്. ഇതിന് കുല എന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്റെ ഭർത്താവ് അവളോട് അപമര്യാദയായി പെരുമാറുകയാണെങ്കിൽ അവൾക്ക് ജഡ്ജിയെ സമീപിച്ച് വിവാഹബന്ധം റദ്ദാക്കാവുന്നതാണ്. ഇതിന് നിക്കാഹ് ഫസ്ഖ് എന്ന് പറയുന്നു. ഞാൻ സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.